ചില പ്രണയങ്ങൾ എല്ലാവരും കാണുന്നിടത്തല്ല തുടങ്ങുന്നത്. ശാന്തമായൊരു കോണിൽ, ഒരാളുടെ ഹൃദയത്തിൽ. ആരംഭം. കോളേജിലെ അവസാന ബെഞ്ച്. അവിടെ എപ്പോഴും ഇരുന്നത് സൂരജ്. അവൻ അധികം സംസാരിക്കാത്തവൻ. പുസ്തകങ്ങളും സ്വപ്നങ്ങളും മാത്രമായിരുന്നു അവന്റെ ലോകം. ഒരു ദിവസം ഒരു പെൺകുട്ടി അവന്റെ അടുത്ത് വന്നിരുന്നു. "ഇവിടെ ആരും ഇരിക്കാറില്ലേ?" അവൾ ചോദിച്ചു. "ഇല്ല," സൂരജ് മന്ദമായി പറഞ്ഞു. "അപ്പോൾ ഇന്നു മുതൽ ഞാനിവിടെ ഇരിക്കും." അവൾ ചിരിച്ചു. "ഞാൻ ദിയ." അപ്രതീക്ഷിതമായ സൗഹൃദം. ആ ദിവസം മുതൽ അവൾ ദിവസവും അവന്റെ അടുത്തിരിക്കും. സൂരജ് ആദ്യം ശാന്തമായിരുന്നു, പക്ഷേ ദിയയുടെ സംസാരങ്ങൾ അവനെ ധീരെ ധീരെ മാറ്റി. "നീ ഇത്രയും ശാന്തനായതെന്തിന്?" അവൾ ചോദിച്ചു. "എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്," അവൻ പറഞ്ഞു. ദിയ ചിരിച്ചു. "എന്നോട് ബുദ്ധിമുട്ടില്ലല്ലോ." അവൻ ആദ്യമായി ചിരിച്ചു. ബന്ധം വളരുമ്പോൾ. ദിവസങ്ങൾ കടന്നു. അവരുടെ സൗഹൃദം കൂടുതൽ ആഴത്തിലായി. ക്ലാസ് കഴിഞ്ഞ് കോളേജ് ക്യാമ്പസിൽ നടക്കും, ചായ കുടിക്കും. "നിനക്കൊപ്പമുള്ള സമയം," സൂരജ് പറഞ്ഞു, "എനിക്ക് വളരെ ഇഷ്ടമാണ്." ദിയ മൃദുവായി ചിരിച്ചു. "എനിക്കും." മറഞ്ഞ സത്യം. ഒരു ദിവസം ദിയ വളരെ ശാന്തമായി. "എന്താണ്?" സൂരജ് ചോദിച്ചു. അവൾ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, "എനിക്ക് ഈ കോളേജ് വിട്ടുപോകണം." "എന്തിന്?" "എന്റെ അച്ഛന്റെ ജോലി മാറ്റം," അവൾ പറഞ്ഞു. സൂരജിന്റെ ഹൃദയം മന്ദമായി. വിടവാങ്ങൽ. അവളുടെ അവസാന ദിവസം. അവൾ പറഞ്ഞു, "നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ?" സൂരജ് മിണ്ടാതിരുന്നു. അവന്റെ ഹൃദയം ഒരുപാട് പറയാൻ ആഗ്രഹിച്ചു, പക്ഷേ വാക്കുകൾ വന്നില്ല. ദിയ ചിരിച്ചു. "ശരി." അവൾ പോയി. നഷ്ടമായ പ്രണയം. ദിവസങ്ങൾ കടന്നു. അവളുടെ സീറ്റ് ശൂന്യമായി. സൂരജ് അവിടെയിരുന്ന് അവളുടെ ഓർമ്മകളിൽ. ഒരു ദിവസം അവൻ തന്റെ നോട്ട്ബുക്ക് തുറന്നു. അവിടെ ഒരു കുറിപ്പ് കണ്ടു. അവളുടെ സന്ദേശം: "സൂരജ്, നീ പറയാത്ത വാക്കുകൾ ഞാൻ മനസ്സിലാക്കി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരിക്കൽ എന്നെ തേടി വരുമെങ്കിൽ ഞാൻ കാത്തിരിക്കും." അവസാനം. സൂരജിന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ ഈ പ്രാവശ്യം അവന്റെ ഹൃദയത്തിലൊരു തീരുമാനം. അവസാന വരി. ചില പ്രണയങ്ങൾ വൈകിയാലും അവയെ തേടാൻ ധൈര്യമുണ്ടെങ്കിൽ അവ വീണ്ടും കണ്ടെത്താം.